സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചിയതാണ്. നോമ്പുതുറ വിഭവമായിട്ടാണ് സാധാരണ തരിക്കഞ്ഞി തയ്യാറാക്കാറുള്ളത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. തരിക്കഞ്ഞി തേങ്ങാപ്പാലിലോ പശുവിൻ പാലിലോ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏതിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. സ്റ്റൗവിൽ ചുവടുകട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 4 ഗ്ലാസ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 4 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ പഞ്ചസാര നോർമൽ മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ 1-2 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 3 ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. പാല് ഒന്ന് തിളച്ച് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ പാല് ഒന്ന് തിളയ്ക്കാനായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് 4 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ്സിന് 1 ടീസ്പൂൺ റവ എന്ന കണക്കിനാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വറുത്തതോ അല്ലാത്തതോ ആണെങ്കിലും കുഴപ്പമില്ല. റവ അടിയിൽ പിടിക്കാതിരിക്കാൻ പാല് കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പാല് തിളച്ച് റവയൊന്ന് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ആകുന്ന പോലെ ഇളക്കി കൊടുക്കാം. റവ വെന്ത് പാല് കുറുകി വരുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പാല് നല്ലവണ്ണം തിളച്ച് ആവശ്യമായ രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇത് സ്റ്റൗവിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഫ്രൈ ചെയ്ത് ചേർക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യ് മെൽറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ആയി വന്ന കാഷ്യൂ നട്ടിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഫ്രൈ ആക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി വന്ന നെയ്യിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം റവ കാച്ചിയതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തവി കൊണ്ടേ ഒന്ന് മിക്സാക്കി കൊടുക്കാം. തരിക്കഞ്ഞി 1 ഗ്ലാസ് കുടിച്ചാൽ നോമ്പ് കാലത്ത് നമ്മുടെ ക്ഷീണം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് തരിക്കഞ്ഞി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ കാച്ചിയത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.